ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ചെറിയ ഒരു സബ്ജക്റ്റ് ആണ്. വേറൊന്നുമല്ല, ഈ വൈസൻസിനെ കുറിച്ച് ഞാൻ പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കുറേ പേരുടെ സംശയമാണ് വൈസൻസിൽ നിന്ന് കാശ് എങ്ങനെ വിഡ്രോ ചെയ്യണം എന്നുള്ളത്. ഞാൻ ഇന്നൊരു ലൈവ് വിഡ്രോ ചെയ്ത് കാണിക്കുകയാണ്. ഞാൻ എൻ്റെ വൈസൻസ് അക്കൗണ്ടിൽ നിന്ന് പേയ്പാലിലോട്ട് എങ്ങനെ വിഡ്രോ ചെയ്യാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഒരു കാര്യം, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. അതുപോലെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, നിങ്ങൾ ആദ്യം വൈസൻസിന്റെ അക്കൗണ്ടിൽ ചെല്ലുക. അക്കൗണ്ടാണിത്. ഇതിനകത്ത് എൻ്റെ അവൈലബിൾ ബാലൻസ് $50.30 ആയിട്ട് കാണിക്കുക. ഞാൻ അതിന്റെ അടുത്ത് ക്യാഷ് ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്യാഷ് ഔട്ട് കൊടുക്കുക. ക്യാഷ് ഔട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇത് ഗിഫ്റ്റ് കാർഡുകളായിട്ടാണ് അവർ കാശ് സെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ കാശ് സെൻഡ് ചെയ്യുന്നത് അവർ 4 മോഡുകൾ വഴിയാണ്. ഒന്ന് പേയോനിയർ, പേയ്പാൽ, റിവാർഡ് ലിങ്ക്, സ്ക്രിൽ, ഇങ്ങനെ 4 വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് വൈസൻസിലെ കാശ് വിഡ്രോ ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ പേയ്പാലാണ് യൂസ് ചെയ്യുന്നത്. പേയ്പാലാണ് കുറച്ചുകൂടെ നല്ലത്. എൻ്റെത് പേയ്പാലിലോട്ട് ഡയറക്റ്റായിട്ട് ഈ കാശ് എത്തിയിട്ട് അവിടെ നിന്ന് ബാങ്ക് അക്കൗണ്ട് എൻ്റെ പേയ്പാലിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പേയ്പാലിൽ കാശ് എത്തുമ്പോഴത്തേക്കും കുറച്ച് സമയം കഴിഞ്ഞ ഉടനെ അത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ബാങ്കിലേക്ക് വിഡ്രോ ആവുന്നതാണ്. സോ എനിക്കിപ്പോൾ അതിൻ്റെ ത്രഷോൾഡായ $50, ഇപ്പോൾ $10 ആവണം. പേയ്പാലാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തതെങ്കിൽ അതിൽ $10 വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ $25 വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ 50, അല്ലെങ്കിൽ 100, അല്ലെങ്കിൽ 250. ഇതിലേതെങ്കിലും ഇപ്പം ഞാൻ വർക്ക് ചെയ്ത് സർവേ ചെയ്ത് $45 ആണ് എനിക്ക് വൈസൻസിലായതെങ്കിൽ എനിക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല. കാര്യം $50 ആവണം. ഒന്നുകിൽ 50 ആവണം, അല്ലെങ്കിൽ 25 ആവണം, അല്ലെങ്കിൽ 10 ആവണം, 100 ആവണം, 250 ആവണം. ഇപ്പം എൻ്റെത് $50 മുകളിലുണ്ട്. 50.30. ഞാൻ നേരത്തെ കാണിച്ചല്ലോ. അപ്പൊ എനിക്ക് $50 താഴെയുള്ള ഈ 3 കാർഡുകളും വാങ്ങിക്കാം. ഞാനിപ്പോൾ $50 കാർഡാണ് റിവാർഡായിട്ട് എടുക്കുന്നത്. ഇനി ഇവിടെ പ്ലീസ് എൻ്റർ യുവർ പാസ്വേഡ് ടു ഓതറൈസ് ദിസ് റിഡംഷൻ. ഈ റിവാർഡ് റെഡീം ചെയ്യുമ്പോൾ എൻ്റെ പാസ്വേഡ് കൊടുക്കേണ്ടതായിട്ട് വരും. ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒന്നുകൂടെ പാസ്വേഡ് കൊടുക്കേണ്ടതായിട്ട് വരും. ഞാനിവിടെ പാസ്വേഡ് കൊടുത്തു. ഇനി ഗെറ്റ് റിവാർഡ് കൊടുക്കുകയാണ്. ഗെറ്റ് റിവാർഡ് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു മെസ്സേജ് വരും. യു ആർ അബൌട്ട് ടു റെഡീം ഫോർ ദ ഫോളോയിങ് പേയ്പാൽ $50. അപ്പോൾ എന്നിട്ട് താഴെ എഴുതിയിരിക്കുകയാണ് $50 വിൽ ബി ഡിഡക്റ്റഡ് ഇമ്മീഡിയറ്റ്ലി ഫ്രം യുവർ അക്കൗണ്ട്. ഞാനിത് കൺഫേം കൊടുത്ത ഉടനെ ഈ വൈസൻസിൽ നിന്ന് എൻ്റെ $50 ഡിഡക്റ്റ് ആവും എന്നാണ് പറഞ്ഞത്. നോ റിട്ടേൺസ് അക്സെപ്റ്റഡ്. തിരിച്ച് നിങ്ങൾക്ക് പേയ്പാലിൽ നിന്ന് വൈസൻസിലേക്ക് തിരിച്ച് റിട്ടേൺ ആക്കാൻ പറ്റില്ല എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പം ഞാനിത് കൺഫേം കൊടുക്കുകയാണ്. കൺഫേം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു. കൺഗ്രാജുലേഷൻസ് ഓൺ യുവർ റിഡംഷൻ. $50 ഹാവ് ബീൻ ഡിഡക്റ്റഡ് ഫ്രം യുവർ അക്കൗണ്ട് ഫോർ ദിസ് പർച്ചേസ്. അപ്പോൾ എൻ്റെ $50 ഈ വൈസൻസിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇനി ഇത് ഈ റിഡീം ചെയ്ത കാശ് നിങ്ങൾക്ക് പേയ്പാലിലേക്ക് വരും. അപ്പോൾ ഇതിപ്പോൾ പ്രോസസ്സിംഗ് ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഈ ഓർഡർ റെഡി ആയി കഴിഞ്ഞാൽ എനിക്കൊരു ഇമെയിൽ കൂടെ വരും. അത് കഴിഞ്ഞിട്ട് പേയ്പാലിലോട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ പേയ്പാലിൽ റിഡീം ചെയ്ത സമയത്ത് തന്നെ പേയ്പാലിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പേയ്പാലിൽ റിഫ്ലക്റ്റ് ആയതായിട്ട് കാണില്ല. നമുക്ക് ഒരു മെയിൽ വരും. ആ മെയിൽ വന്നതിന് ശേഷം നമുക്ക് പേയ്പാലിൽ നോക്കി കഴിഞ്ഞാൽ അതിൽ $50 കിടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് വൈസൻസിൽ നിന്ന് എൻ്റെ ഇൻബോക്സിലേക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ട്. യുവർ ഇൻ പേയ്പാൽ $50 റിവാർഡ് ഫ്രം വൈസൻസ് ഈസ് ബീങ് പ്രോസസ്ഡ്. അപ്പോൾ ഇങ്ങനെ ഒരു മെയിൽ വന്നു കഴിഞ്ഞാൽ 2 മുതൽ 3 ബിസിനസ് ഡേയ്സിനുള്ളിൽ ഇത് പ്രോസസ് ആവും. നമ്മുടെ പേയ്പാലിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു 3 ദിവസം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനകത്ത് തന്നെ ഇത് വരും. അപ്പോൾ വരുമ്പോഴത്തേക്കും ഒരു മെയിൽ കൂടെ വരും. പേയ്പാലിന്റെ ഭാഗത്ത് നിന്ന് ഒരു മെയിൽ വരും. അപ്പോൾ നമുക്ക് ഇനി 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ പേയ്പാലിന്റെ ഭാഗത്ത് നിന്ന് എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു വൈസൻസിന്റെ മെയിൽ വന്നത് സെപ്റ്റംബർ 30 എനിക്ക് വൈസൻസിന്റെ ഭാഗത്ത് നിന്ന് $50 ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ള മെയിൽ വന്നത്. അതിനുശേഷം എനിക്ക് പേയ്പാലിലേക്ക് അത് വന്നത് ഒക്ടോബർ 2 ആ കാശ്. അപ്പൊ ആ 2-ാം തീയതി ഉള്ള മെയിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് പേയ്പാലിൽ നിന്ന് എനിക്ക് വന്ന മെയിൽ. ദ റിവാർഡ് സ്റ്റോർ ഹാസ് സെൻഡ് യു $50 USD എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ ഇത് റിഫ്ലക്റ്റ് ആയോ ഇല്ലയോ എന്നുള്ളത് പേയ്പാലിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇങ്ങനെ പേയ്പാലിൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ പേയ്പാൽ അക്കൗണ്ടാണ് കാണിച്ചു തന്നിരിക്കുന്നത്. ഒക്ടോബർ 2 കണ്ടോ, റിവാർഡ് സ്റ്റോർ $50 എനിക്ക് അവർ അയച്ചു തന്നു. ഞാനിതിൽ ഓട്ടോമാറ്റിക് വിഡ്രോവലാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ പേയ്പാലിൽ. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 3 എൻ്റെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് അത് കൺവേർട്ട് ചെയ്തുകൊണ്ട് $50 എന്ന് പറയുന്നത് $3532.57 ആയിട്ട് എൻ്റെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് പേയ്പാൽ ഓട്ടോമാറ്റിക്കായി ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് അവരൊരു മെയിൽ കൂടെ അയച്ചിട്ടുണ്ട്. ഇതാണ് ആ മെയിൽ. ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ ഫ്രം യുവർ പേയ്പാൽ അക്കൗണ്ട്. അപ്പോൾ ഈ സമയത്ത് അത് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് എന്നുള്ളതാണ്
ഇതിൽ കൊടുത്തിരിക്കുന്നത്. അവരും ഒരു 3-5 ദിവസത്തിനുള്ളിൽ എൻ്റെ ബാങ്കിലേക്ക് റിഫ്ലക്റ്റ് ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ പറഞ്ഞ 3532 രൂപ ട്രാൻസ്ഫർ ആയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. നിങ്ങൾ വൈസൻസിൽ സർവീസ് ചെയ്യുമ്പോൾ വൈസൻസ് സർവീസ് ചെയ്യാനുള്ള ലിങ്ക്, പിന്നെ അതുപോലെ വൈസൻസിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കാം. വൈസൻസിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർ ഈ ലിങ്കിലൂടെ നിങ്ങൾക്ക് കയറിയിട്ട് ജോയിൻ ചെയ്യുക. അതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്കും ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തിരിക്കാം. സർവീസ് ചെയ്യുക. എല്ലാവർക്കും സർവീസ് കിട്ടണമെന്നില്ല. ഒരു 4-5 സർവീസ് ചെയ്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ സ്കിപ്പ് ചെയ്തേക്കുക ഈ സൈറ്റിന്, ഈ പ്ലാറ്റ്ഫോമിന്. അല്ലാതെ സർവീസ് കിട്ടുന്നവർ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾ പേയ്പാൽ അക്കൗണ്ട് കൂടെ എടുത്തിരിക്കുക. പേയ്പാൽ അക്കൗണ്ട് സിമ്പിളാണ് രജിസ്റ്റർ ചെയ്യാനായിട്ട്. പേയ്പാൽ അക്കൗണ്ട് എടുത്തതിന് ശേഷം ആ പേയ്പാൽ അക്കൗണ്ട് നമ്മൾ വൈസൻസുമായിട്ട് ലിങ്ക് ചെയ്യുക. അപ്പോൾ വൈസൻസിൻ്റെ കാശ് റിവാർഡ് കാർഡുകളായിട്ടാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ 10, 25, 50 അങ്ങനെ ഒരു തുക എത്തുമ്പോഴത്തേക്കും നമുക്ക് അതിൽ വിഡ്രോ ചെയ്യാം. അത് നമ്മൾ പേയ്പാലിലേക്ക് വരും. പേയ്പാലിൽ ഓട്ടോമാറ്റിക് വിഡ്രോയിൽ ഇട്ട് കഴിഞ്ഞാൽ പേയ്പാൽ നമ്മളെ ബാങ്കിൻ്റെ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ആണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക്, നിങ്ങൾ ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ഉള്ളത് അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. ആ ബാങ്കിലേക്ക് ഓട്ടോമാറ്റിക് വിഡ്രോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വിഡ്രോ ആകും. ഏകദേശം ഒരു 4 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ വൈസൻസിൽ നിന്ന് വിഡ്രോ ചെയ്ത എമൗണ്ട് നമ്മുടെ ലോക്കൽ ബാങ്കിൽ എത്തുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസും എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് എല്ലാത്തിലും കയറി ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ബാക്കിയുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.